ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇന്നത്തെ ചാവുകടലിന്റെ തീരത്ത് മനോഹരമായ ഒരു താഴ്വര ഉണ്ടായിരുന്നു. സദൂം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച പച്ചപ്പും സമൃദ്ധിയായി ഒഴുകുന്ന അരുവികളും നിറഞ്ഞ ഒരു സ്വർഗതുല്യമായ നാട്. പക്ഷേ ആ ഐശ്വര്യം ആ ജനതയെ അഹങ്കാരികളാക്കി. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോഴും അവർ ദൈവത്തെ വിസ്മരിച്ചു. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത അനാചാരങ്ങളിലും ക്രൂരതകളിലും അവർ ആഴ്ന്നുപോയി. പുരുഷന്മാർ സ്ത്രീകളെ ഉപേക്ഷിച്ച് പുരുഷന്മാരെ തന്നെ പ്രാപിക്കുന്ന പ്രകൃതി വിരുദ്ധമായ ജീവിതം അവരൊരു ആഘോഷമാക്കി മാറ്റി. അവിടേക്കാണ് ലൂത്ത് അലൈഹിസ്സലാം എന്ന പ്രവാചകൻ നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹം അവരോട് പറഞ്ഞു, എൻ്റെ ജനതയെ, നിങ്ങൾ എന്തിനാണ് ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? പക്ഷേ അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. ലൂത്തേ, നീ വലിയ ശുദ്ധനാകാൻ നോക്കേണ്ട. നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ ദൈവത്തിന്റെ ശിക്ഷ ഇങ്ങോട്ട് കൊണ്ടുവാ എന്ന് അവർ വെല്ലുവിളിച്ചു. ഒരു വൈകുന്നേരം സദൂം നഗരത്തിന്റെ കവാടത്തിലേക്ക് അതിസുന്ദരന്മാരായ 3 യുവാക്കൾ നടന്നു വന്നു. അവരുടെ മുഖം ചന്ദ്രനെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അവർ മനുഷ്യരല്ലായിരുന്നു, മറിച്ച് ദൈവത്തിന്റെ ദൂതന്മാരായ മലക്കുകളായിരുന്നു. ലൂത്ത് നബി അവരെ കണ്ടപ്പോൾ ഭയന്നു. ഈ നഗരത്തിലെ ക്രൂരന്മാരായ ജനങ്ങൾ ഈ അതിഥികളെ ഉപദ്രവിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ആരും അറിയാതെ അദ്ദേഹം അവരെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ അദ്ദേഹത്തിന്റെ പത്നി, അവൾ ലൂത്ത് നബിയെ വഞ്ചിച്ചു. വീടിന്റെ മുകളിൽ അവൾ ഒരു തീ കത്തിച്ച് നഗരവാസികൾക്ക് അടയാളം നൽകി. സുന്ദരന്മാരായ അതിഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് അവൾ ജനങ്ങളെ അറിയിച്ചു. നിമിഷങ്ങൾക്കകം ഒരു ഭ്രാന്തൻ കൂട്ടത്തെ പോലെ സദൂം നിവാസികൾ ആ വീട് വളഞ്ഞു. അവർ വാതിലിൽ ആഞ്ഞുകൊട്ടി. ലൂത്തേ, ആ അതിഥികളെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് അവർ ആക്രോശിച്ചു. ലൂത്ത് നബി കരഞ്ഞുകൊണ്ട് അവരോട് അപേക്ഷിച്ചു, അതിഥികളുടെ മുൻപിൽ എന്നെ അപമാനിക്കരുത്. പെട്ടെന്ന് ആ വിരുന്നുകാർ സംസാരിച്ചു. അവരുടെ ശബ്ദത്തിന് ഒരു ദിവ്യമായ ഗാംഭീര്യമുണ്ടായിരുന്നു. ലൂത്ത്, നീ ഭയപ്പെടേണ്ട. ഞങ്ങൾ നിന്റെ രക്ഷിതാവിൻ്റെ ദൂതന്മാരാണ്. ഇവർക്ക് ഞങ്ങളെ തൊടാൻ പോലും സാധിക്കില്ല. നീ നിന്റെ കുടുംബത്തോടൊപ്പം ഈ രാത്രി തന്നെ നഗരം വിടുക. പ്രഭാതമാകുമ്പോൾ ഇവർക്കുള്ള ശിക്ഷ വന്നെത്തും. ലൂത്ത് നബിയും കുടുംബവും ആ ഇരുണ്ട രാത്രിയിൽ നഗരം വിട്ടു. പ്രഭാതത്തിന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിൽ പതിച്ചപ്പോൾ ആ മഹാശിക്ഷ വന്നെത്തി. മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകുകൾ കൊണ്ട് ആ നഗരത്തെ വേരോടെ ആകാശത്തേക്ക് ഉയർത്തി.
ആകാശത്തിന്റെ അറ്റം വരെ ആ നഗരം ഉയർത്തപ്പെട്ടു. താഴെ ഭൂമിയിൽ ആ നഗരം നിന്നിരുന്ന ഇടം ഒരു വലിയ ഗർത്തമായി മാറി. എന്നിട്ട് ആ നഗരത്തെ തലകീഴായി ഭൂമിയിലേക്ക് അടിച്ചുകയറ്റി. ആകാശത്തുനിന്ന് ചുട്ടുപഴുത്ത കല്ലുകൾ മഴ പോലെ അവരുടെ മേൽ വർഷിച്ചു. ഓരോ കല്ലിലും ആരെയാണത് കൊല്ലേണ്ടതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആ അഹങ്കാരികളുടെ നഗരം ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കപ്പെട്ടു. ഇന്നും സദോം നിന്നിരുന്ന ആ സ്ഥലം ചാവുകടൽ എന്നറിയപ്പെടുന്നു. അവിടെ ഒരു ജീവജാലത്തിനും നിലനിൽപ്പില്ല. അഹങ്കരിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ വലിയൊരു അടയാളമായി ആ മൃതസമുദ്രം ഇന്നും അവിടെ അവശേഷിക്കുന്നു. ഗുണപാഠം.